ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട മത്തായി കുട്ടിയച്ചൻ ഈ വെള്ളിയാഴ്ച അനേക നൊമ്പരങ്ങളും അതിലുപരി ക്രിസ്തീയമായ സന്തോഷങ്ങളും പേറി പ്രത്യാശയോടെ കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, 2013 ആദ്യ ദിനങ്ങൾ വളരെ മനോഹരമായി പിന്നിടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം നൽകുന്ന എല്ലാ സാക്ഷ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ നമുക്കൊക്കെ കാതോർക്കാം. ഇത് ക്ഷീണിപ്പിക്കുന്നൊരു ലോകമാണ്. അനേക ഇടങ്ങൾ മതജീവിതത്തിലും ഔദ്യോഗികമായ ജീവിതങ്ങളിലും അനേകരെന്ന് ക്ഷീണിച്ച് പിന്മാറുകയാണ്. ഈ ക്ഷീണിക്കുന്ന ലോകത്ത്, ക്ഷീണിപ്പിക്കുന്ന ലോകത്ത് ദൈവാനുഭവത്തോടെ അനുഗ്രഹങ്ങളോടെ മുന്നേറുവാൻ നമ്മുടെ നാഥൻ നമ്മളെ മാടി വിളിക്കുകയാണ്. ഒരിക്കൽ ഒരച്ഛൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിരിഞ്ഞുപോയി. ഈ അരിയച്ചൻ പ്രസംഗിക്കുകയാണെന്നൊക്കെ വിചാരിച്ചാണ് തിരിഞ്ഞത്. അവിടെ ഒരാൾ മാത്രം. അയാളോട് അച്ഛൻ പറയുകയാണ്, നീ എന്ത് പ്രസംഗിക്കാനാണ്, നീ മാത്രമല്ല ഉള്ളൂ, നീ പോയിക്കൊള്ളുക. ഇത് പറഞ്ഞു കേട്ടപ്പോൾ കർഷകനായ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കർഷകനാണ്, എൻ്റെ വീട്ടിൽ കോഴിക്കൂട്ടിൽ ഒരു കോഴിയോ ഉള്ളെങ്കിലും ഞാനതിന് തീറ്റ കൊടുക്കും. അച്ഛന് വലിയ സന്തോഷമായി. നീ നല്ല വിശ്വാസിയാണല്ലോ, ഞാൻ പ്രസംഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. പ്രസംഗം ഒത്തിരി നീണ്ടുപോയി. കേട്ടിരുന്ന കോഴി ഒത്തിരി ക്ഷീണിച്ചു. പ്രസംഗമൊക്കെ നിർത്തിയപ്പോൾ അച്ഛനോട് ഈ കർഷകനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഒരു കോഴിയുണ്ടെങ്കിലും ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞുള്ളൂ, ബക്കറ്റിലുണ്ടായിരുന്നതെല്ലാം കുത്തി നിറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ജീവിതത്തിൽ ചിലപ്പോൾ വചന കേൾവി പോലും ചിലയിടങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടി വരുന്നത് പോലും ക്ഷീണമായി തീരുന്ന ഈ അവസ്ഥയിൽ അതിനോടനുബന്ധിച്ച് ഒരു വാചകം പൗലോസ്ലീഹായുടെ എബ്രായ ലേഖനത്തിൽ നിന്നും 12-ാം അധ്യായം ചില വാചകങ്ങൾ ദൈവത്തിൽ ശരണപ്പെട്ട് ചിന്തിപ്പാൻ തക്കവണ്ണമാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. പുരുഷനായ പൗലോസ്ലീഹാ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഉറപ്പിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേൻ. ക്രൈസ്തവ ജീവിതം മൊത്തം ഒരു ധ്യാനമാണ്. ധ്യാനം ഒരു വെള്ളിയാഴ്ചയോ ഒരു 3 നോമ്പിലോ 50 നോമ്പിലോ നടത്തുന്ന ഒരനുഭവമല്ല. ക്രൈസ്തവ ജീവിതത്തിൽ എന്തിനാണ് ധ്യാനം? നമ്മുടെ ധ്യാന വിഷയം ക്രിസ്തുവാണ്. ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേൻ. വലിയ സിംഹാസനത്തിലിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയല്ല, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ഒരുവനെയല്ല, അദൃശ്യാവസ്ഥയിൽ നിന്ന് ദൃശ്യാവസ്ഥയിലേക്ക് ഈ ഭൂതലത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന ക്രിസ്തുവിനെയല്ല, പിന്നെയോ ജീവിതത്തിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട
ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവൻ. ഓരോ വെള്ളിയാഴ്ചയും ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച വിരോധങ്ങളെ ധ്യാനിക്കുന്ന അവസ്ഥയാണ്. ഓരോ പ്രാവശ്യവും വചനം പാരായണം ചെയ്യുവാൻ വേദപുസ്തകം മുത്തിയെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു സഹിച്ച യാതനകളെ ധ്യാനിക്കുന്ന അനുഭവമാണ്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു നമുക്ക് സമ്മാനിക്കുന്ന ധ്യാനാനുഭവങ്ങളെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം സാധിക്കണം. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് ആവശ്യം വിജയശ്രീയിൽ ആളുതനായിരിക്കുന്ന, ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കൊച്ച ആവശ്യങ്ങൾ പോലും അറിയുന്ന ഒരു ക്രിസ്തുവിനെയാണ്. നരപ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, ജീവിതം, വിശ്വാസ ജീവിതം ഇടയ്ക്കൊക്കെ ക്ഷീണിക്കുന്നതും തളർന്നു പോകുന്നതുമാണ്. ആയതിനാൽ ക്രിസ്തുവിനെ പറ്റിയുള്ള ധ്യാനമില്ലാതെ മുന്നേറുവാൻ നിനക്ക് സാധ്യമല്ല. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സംഭവങ്ങളിൽ ഇപ്രകാരം ഒരു കാര്യം ഓർമ്മ വരുന്നത്, യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ തിരക്കി ഒരു ശിഷ്യൻ ചെല്ലുന്നു. യോഹന്നാൻ എന്ന ആത്മീയ ഗുരുവിന്റെ ശിഷ്യനാകുവാൻ തക്കവണ്ണമാണ് ആ ചെറുപ്പക്കാരുടെ ആഗ്രഹം. പ്രഭു, അങ്ങയുടെ ശിഷ്യനായിട്ട് എനിക്ക് മാറണമെന്ന് ഈ യൗവനക്കാരൻ വന്ന് പറയുമ്പോൾ യോഹന്നാൻ ഉണങ്ങിയ ഒരു മരത്തിൽ നിന്ന് ഒരു കമ്പൊടിച്ച് നിലത്ത് കുത്തി. മരുഭൂമിയുടെ അനുഭവത്തിൽ ഉണങ്ങിയൊരു കമ്പ് ആ മരത്തിൽ നിന്ന് ഒടിച്ച് നിലത്ത് കുത്തിയതിനു ശേഷം പറയുകയാണ്, നീ ഇതിന് വെള്ളം കോരുക, വളരെ ദൂര സ്ഥലത്ത് പോയി വെള്ളം കൊണ്ടുവരണം. ഈ ശിഷ്യനായി തീരുവാൻ തക്കവണ്ണം മനുഷ്യനത് ആരംഭിച്ചു. ഗുരു അവിടെ നിന്ന് പോയി. രാവിലെ വെള്ളത്തിനായി ചെറുപ്പക്കാരൻ പോകും, വൈകുന്നേരം വെള്ളവുമായി വന്ന് ഈ ഉണങ്ങിയ കമ്പിനൊഴിക്കും. കാലങ്ങൾ കഴിഞ്ഞു. ഗുരുവതി വഴി മറ്റു ശിഷ്യന്മാരുമായി പോകുമ്പോൾ ആ ഒടിച്ചു കുത്തിയ ഉണക്കക്കമ്പ് ഇന്ന് പൂവിട്ട് തളിരിട്ട് അനുഗ്രഹകരമായി ഫലദായകമായ അനുഭവത്തിൽ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ യോഹന്നാൻ എന്ന ഗുരു തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, വരുവീൻ, അനുസരണത്തിന്റെ ഫലം പറിച്ച് ഭക്ഷിപ്പീൻ. വരുവീൻ, അനുസരണത്തിന്റെ ഫലം പറിച്ച് ഭക്ഷിപ്പീൻ. നമ്മുടെ ജീവിതമാകുന്ന ചുള്ളിക്കമ്പുകൾ, ജീവിതമാകുന്ന ഉണക്കക്കമ്പുകൾ, അത് മരുഭൂമിയുടെ അനുഭവത്തിൽ ക്രിസ്തുവാകുന്ന അനുസരണത്തോട് ചേർന്ന് നടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു കഴിഞ്ഞാൽ, ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതെ പാപികളാൽ തനിക്ക് പ്രകാരം കഷ്ടം നേരിട്ടവനെ ധ്യാനിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ, നിന്റെ വാർദ്ധക്യമാകുന്ന ഉണക്കക്കമ്പുകളിൽ, നിന്റെ രോഗമാകുന്ന ഉണക്കക്കമ്പുകളിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിബന്ധമാകുന്ന കടഭാരങ്ങളാകുന്ന ഉണക്കക്കമ്പുകളിൽ പുതിയ നാമ്പുകളെ, പുതിയ ഫലങ്ങളെ മുളപ്പിടിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് സാധിക്കുമെന്ന് തിരുവചനം, യോഹന്നാന്റെ ജീവിതം നമ്മളോട് സാക്ഷിക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ക്രൈസ്തവ ജീവിതം നാം മാത്രം ഈ ലോകത്ത് ജീവിച്ചു തീർക്കുന്ന ഒന്നല്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്നു, ഒരു പരിശുദ്ധ അമ്മയോടും ശ്ലീഹന്മാരോടും അവിടെ ഉണ്ടായിരുന്ന സഭയോടും ഒരുമിച്ച് ആരാധിച്ചൊരു സമൂഹമാണ്. ഇന്നും പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടും അവൾ സ്വർഗാരോപണം ചെയ്തിട്ടും ശ്ലീഹന്മാർ പലരും ദൈവസന്നിധിയിലേക്ക് അർപ്പിതരായിട്ടും അവരുടെ ശിഷ്യ സമൂഹമാകുന്ന നാം അവരുടെ ആത്മാക്കളോട് ചേർന്ന് വചനത്തെ പങ്കുവെക്കാനും ധ്യാനിപ്പാനും ആരാധിപ്പാനും ഇഷ്ടപ്പെടുന്നൊരു വലിയ സമൂഹമാണ്. യഥാർത്ഥ ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഒരു വലിയ മരത്തിന്റെ ചിന്തയാണ്. ഭൂമിക്ക് മുകളിൽ കാണപ്പെടുന്ന കാണ്ഡവും അല്ലെങ്കിൽ തടിയും ഇലകളും പുഷ്പങ്ങളും കായ്കളും മാത്രമല്ല
ഒരു മരത്തിൻ്റെ ഭാഗം. ഇതിനെ അതികഠിനമായി താങ്ങി നിർത്തുന്ന വെയിലിലും മഴയിലും വേനലിലും അതിരൂക്ഷമായ കാലാവസ്ഥകളിലും താങ്ങി നിർത്തുന്ന ശക്തിയേറിയ വേരുകൾ ഏതു സസ്യത്തിനുമുണ്ട്. ഈ ജനുവരി മാസത്തിൽ കേരളം പൊള്ളി തിളയ്ക്കുമ്പോഴും നമ്മൾ നിത്യവും ജലമൊഴിച്ചു കൊടുക്കാത്ത കൊച്ചു വൃക്ഷങ്ങളാകട്ടെ വൻവൃക്ഷങ്ങളാകട്ടെ പാഴ്ചെടികളാകട്ടെ എല്ലാം നിലനിന്ന് പോകുന്നത് അദൃശ്യമായി ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിക്കടിയിലേക്ക് മറഞ്ഞിരിക്കുന്ന വേരുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു വിശ്വാസി വിശ്വാസ ജീവിതത്തിൽ ഓർക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ലെന്നുള്ള ചിന്തയാണ്. ജീവിതത്തിന്റെ തളർച്ചയ്ക്ക് തകർച്ചയ്ക്ക് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഓടുന്നു എന്നുള്ളതാണ്, ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ളതാണ്. എന്നെ സഹായിപ്പാൻ, എൻ്റെ സങ്കടങ്ങളെ അറിയാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. പല ഗ്രഹനാഥന്മാരും ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അവർക്ക് സന്തോഷമില്ലാതെ ഇരിക്കുന്നു. അധ്വാനിച്ച് വിഷണ്ണരായി ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഇയാളെന്താണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ അസ്തപ്രത്യരായി തീരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ മകൻ ഗൾഫിൽ വെച്ച് മരണമടയാൻ തക്കൊണ്ടവിടെയായി തീർന്നു. ഒരു കുടുംബമായിട്ട് ദമ്പതികൾ 2 സ്ഥലത്ത് ഗൾഫിൽ 2 സ്ഥലങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. ഭാര്യ ഒരു നേഴ്സാണ്. ഈ മനുഷ്യൻ വെറും പച്ചപ്പാവം, ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയുകയില്ല. എനിക്ക് ആ മനുഷ്യനെ നേരിട്ടറിയാം. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോഴാരെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ ഇന്നുമുണ്ടോ? ഈ മനുഷ്യൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവാസത്തോടെ ഗൾഫിലേക്ക് പ്ലെയിനൊക്കെ കയറിപ്പോയതാണ്. ഒരു ദിവസം കേട്ടു ഈ മനുഷ്യൻ കടന്നുപോയി. ഒത്തിരി സങ്കടമായി. നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല സുന്ദരനായൊരു മനുഷ്യൻ, അവനാകെയുള്ള ഒരു കുറവ് അവൻ്റെ ജീവിതത്തിൽ അവൻ ആരെയും ഒന്നും പറയില്ലെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആകെയുള്ളൊരു കുറവ് അതുമാത്രമേ ഉള്ളൂ. എന്നാൽ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ച് ഒരു വലിയ പ്രതിസന്ധിയിലായി ഭാര്യ അന്വേഷിച്ച് എന്നതാണ്. നഴ്സായ ഭാര്യ ഒരു ഡ്രിപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവരവരുടെ ജോലിക്ക് പോയി. പിറ്റേ ദിവസം ഭാര്യ വരുമ്പോൾ കിടുങ്ങി വിറച്ച് ഈ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുകയാണ്. ആ ദിവസം തന്നെ ഈ മനുഷ്യൻ കടന്നു പോകാൻ തക്കവണ്ണം ഇവിടെ ആയി തീർന്നു. ആ മാതാപിതാക്കൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഇപ്രകാരം നിർത്തി, എൻ്റെ അച്ഛ, അവൻ പോയത് നന്നായി, ഇനി ജീവിതത്തിൽ അവന് കഷ്ടമൊന്നും അനുഭവിക്കേണ്ടതല്ല. നമ്മൾ പത്രം തുടങ്ങുമ്പോൾ ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെ പത്രമാധ്യമങ്ങളൊക്കെ വരച്ച് കാണിക്കുമ്പോൾ ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരി ആൺ സമൂഹവും നമ്മുടെ സഭയിലും സമൂഹത്തിലും ഈ കേരളത്തിനകത്തുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ആണുങ്ങളുടെ വക്താവായിട്ടല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ക്രിസ്തുവിൽ ആണും പെണ്ണുമൊന്നുമില്ല. തിരുവചനം പഠിപ്പിക്കുന്നു, ബുദ്ധിയുള്ളവൾ വീട് പണിയുന്നു, ബുദ്ധിയില്ലാത്തവൾ ഇടിച്ചു കളയുന്നു. ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയാണ്. ക്രിസ്തു 10 കന്യകുമാരുടെ പറയുമ്പോൾ ബുദ്ധിയുള്ളവരെ സ്വീകരിക്കുന്നു. അവിടെ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുതേണ്ടതിനെ കരുതി, ആഗ്രഹിക്കേണ്ടതിനെ ആഗ്രഹിച്ച്, കാത്തിരിക്കേണ്ടതിനെ കാത്തിരുന്ന ദൈവപരിജ്ഞാനത്തെയാണ് ബുദ്ധി കൊണ്ട് ഉദ്ദേശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇവിടെ ഉറപ്പിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ജീവിതത്തിൽ നമ്മുടെ നാം ഒറ്റയ്ക്കല്ല, നാം ഒരുമിച്ചാണെന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. മറ്റൊരു വേദപുസ്തക പരിഭാഷയിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു, ആകയാൽ നാമും മേഘം പോലെ നമ്മെ ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം, ആകയാൽ നാമും മേഘം പോലെ നമ്മെ ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം നമുക്കുള്ളത് കൊണ്ട് നാം സകല ഭാരവും സദാ നമ്മോട് ചേർന്ന് നിൽക്കുന്ന പാപവും വിട്ട് നമുക്കായി വെച്ചിരിക്കുന്ന ഈ പോരാട്ടത്തിലേക്ക് ക്ഷമയോടെ ഓടണം.
മേഘം പോലെ ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം. ഈ പരുമല ദേവാലയത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ആധുനികമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഒരു മേഘം കണക്ക് ദേവാലയം നമ്മുടെ മുകളിൽ വിരിച്ചു നിൽക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യം മലങ്കര സഭ ഒട്ടുക്ക് മലങ്കര സഭ ആകമാനം അതിലുപരിയായി ഈ സൃഷ്ടി സമൂഹം മുഴുവൻ ഒരു മേഘം പോലെ സാക്ഷികളുടെ സമൂഹത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ സാന്നിധ്യം നാം കാണുന്നു. ആകയാൽ നാമും മേഘം പോലെ ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം. ഈ ലോകത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിനപ്പുറത്ത് തിരശ്ശീലയ്ക്കപ്പുറത്തേക്കും മറഞ്ഞു പോകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആധുനിക തലമുറയ്ക്ക് ഒരു മേഘം കണക്ക് അവശേഷിക്കുകയാണ്. എന്താണ് മേഘം? തണൽ നൽകുന്നതാണ് മേഘം. ജീവിതത്തിൽ തണൽ നൽകുന്നതാണ് മേഘം. എനിക്ക് ഓർത്തു പോകുന്നത്, ഞങ്ങളുടെ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് 2-3 കിലോമീറ്റർ അപ്പുറമുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ, ഞായറാഴ്ച പോകുമ്പോൾ, അന്ന് ഞങ്ങളുടെ കൊച്ചുകുട്ടികൾ സൂര്യൻ വെള്ളം കുടിക്കാൻ പോകുന്നത് നോക്കും. മേഘം വന്ന് സൂര്യനെ മറയ്ക്കും. ഈ സമയത്ത് ആ മാർച്ച് മാസത്തെ വെയിലിൽ ആ കിഴക്കൻ ഭാഗത്തേക്കുള്ള കുട്ടികളെല്ലാം കൂടെ ഒരു ഓട്ടമാണ് പുതിയൊരു തണൽ അന്വേഷിച്ച്. പലരുടെയും കാലിൽ ചെരുപ്പൊന്നുമില്ല. ചെരുപ്പുള്ളത് തന്നെ പലരുടെയും ഉപ്പൂറ്റിയൊക്കെ തേഞ്ഞു പോയതാണ്. ചൂടൊക്കെ ഇങ്ങനെ അരിച്ചു കയറി വരുന്നു. ഈ അനുഭവത്തിൽ സൂര്യൻ വെള്ളം കുടിക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടുമ്പോൾ മറ്റുള്ളവരെൻ്റെ പിന്നാലെ ഓടുകയാണ്. മേഘം നൽകുന്ന മറകളെ അന്വേഷിച്ച്. സാക്ഷികളുടെ വലിയ സമൂഹം സഭയ്ക്കൊരു മറയാണ്, നമുക്കൊരു മറയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിതം കൊണ്ടും ജീവിതത്തിനപ്പുറവും മലങ്കര സഭയ്ക്കെന്നല്ല ലോക സൃഷ്ടിജാലങ്ങൾക്കെല്ലാം ഒരു മേഘക്കീർ കണക്ക് നിൽക്കുകയാണ്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചറിയുന്നു, ദൈവം അഗ്നിസ്തംഭത്തിലും പകൽ ഒരു മേഘക്കീർ കണക്കെയും തൻ്റെ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം ഒരു മേഘക്കീർ കണക്ക് തൻ്റെ അരുമകളായ മക്കളെ സ്നേഹിക്കുന്നു. ദൈവം ഒരു മേഘക്കീർ കണക്ക് നമ്മുടെ ജീവിതത്തിന് മേലില്ലെങ്കിൽ നമ്മളാകെ വരണ്ട് വറ്റി വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം എന്ന മേഘക്കീർ എൻ്റെ ജീവിതത്തിന് മുകളിലുണ്ടായത് കൊണ്ടാണ് ഞാൻ അഭിവൃദ്ധിപ്പെട്ടത്, ഞാൻ തഴച്ചു വളർന്നത്, ഞാൻ നന്മ കണ്ടെത്തിയത്. എൻ്റെ സൗന്ദര്യത്തിനും എൻ്റെ വിദ്യാഭ്യാസത്തിനും ഞാനായിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നതും ദൈവം ഒരു മേഘക്കീർ കണക്ക് എൻ്റെ മേലുണ്ടെന്നുള്ള ചിന്ത നമ്മളെ ഓരോരുത്തരെയും ഭരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സാക്ഷികളുടെ വലിയ സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധനായ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. നാമും ചേരേണ്ടത്, നാമും ആയിത്തീരേണ്ടത് സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിലേക്കാണ്. ഇന്ന് വറ്റി വരണ്ടി പോകുന്ന ആധുനിക പുഴ കണക്കല്ല, പിന്നെയോ കുതിച്ചൊഴുകുന്ന നീന്തിക്കെട്ടല്ലാതെ കടപ്പാൻ വഴിയാത്ത നീരുറവ ദൈവവാതിൽ തുറന്ന് പുറത്തു വരുന്നത് പോലെ അവിരാമവും അനർഗളവും അനുഗ്രഹത്തിന്റെ പുതുമാരിയെ ജീവിതത്തിൽ ചൊരിയുന്ന ഒരനുഭവത്തിലേക്ക് നമുക്കൊക്കെ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ പലരും പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം അതിയായി കാക്ഷിക്കുന്നു. ഡെത്ത് ഈസ് എ ന്യൂ ബിഗിനിങ്. മരണമെന്നത് ഒരു പുതിയ ആരംഭമാണ്. തിരശ്ശീലയ്ക്കപ്പുറത്ത് തൻ്റെ ഗോത്രങ്ങൾക്ക്, തൻ്റെ സമൂഹങ്ങൾക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു മേഘക്കീർ കണക്കെ കയറിപ്പോകാനുള്ള, ഒരു മേഘക്കീർ കണക്കെ അനുഗ്രഹമായി തീരാനുള്ള, ആശീർവാദം ചൊരിയാനുള്ള ഒരു പുതിയ അനുഭവമാണ് മരണം. ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം, സാക്ഷികളുടെ വലിയ സമൂഹം ഇന്നത്തെ ഈ ജീവിക്കുന്ന സമൂഹത്തിന് നൽകുന്ന പിന്തുണ വലുതാണ്. ജീവിക്കുന്ന സമൂഹത്തിന് നൽകുന്ന പിന്തുണ വലുതാണ്. തിരുവചനം വായിക്കുമ്പോൾ മിക്കവരും കടന്നുപോയവരാണ്. മിക്കവരും കടന്നുപോയവരുടെ ചരിത്രമാണ് തിരുവചനത്തിൽ ഏറെ നാം വായിക്കുന്നത്. എന്നാൽ അവ നാം വായിക്കുമ്പോൾ നമുക്ക് അനുഭവേദ്യമാകുന്ന ദിവ്യമായ അനുഭവം ഒരു മേഘക്കീർ കണക്കെ തണലാകുന്ന അനുഭവമാണ്. ഇബ്രായ ലേഖനം 11-ാം അധ്യായം സാക്ഷികളുടെ വലിയ സമൂഹത്തെ ഉദ്ധരിക്കുന്നതാണ്.
40 വാക്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായം ഇപ്രകാരം ആരംഭിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പരിശുദ്ധന്റെ കബറിങ്കൽ പലരും കണ്ണുനീരോടെ കടന്നു വന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായിട്ടാണ്. ദുഃഖമില്ലാത്തവരാരും ഇപ്രകാരമുള്ള കബറിടങ്ങൾ സന്ദർശിക്കാറില്ല. സന്തോഷമുള്ളവരൊക്കെ ടൂർ പോകും, അല്ലാത്തവരൊക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. 11-ാം അധ്യായം ഹാബേലിനെ ശ്രേഷ്ഠനാക്കിയ വിശ്വാസം കൊണ്ട് ആരംഭിക്കുന്നു. സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഒന്നാമനായി എത്തിച്ചേർന്നത് ഹാബേലാണ്. ആദ്യം മരിച്ചത് ഹാബേലാണ്. സാക്ഷികളുടെ വലിയ സമൂഹം ആരംഭിക്കുന്നു ഹാബേലിന്റെ ജീവിതം കൊണ്ട്. ഹാബേലിനെ ശ്രേഷ്ഠനാക്കിയത് അവന്റെ വിശ്വാസമാണ്. വിശ്വാസത്താൽ വിശിഷ്ട ബലി ദൈവത്തിന് അർപ്പിച്ചു. സാക്ഷികളുടെ വലിയ സമൂഹത്തിലേക്ക് ഒന്നാമതായി ചേർക്കപ്പെട്ടവനായ ഹാബേൽ വിശ്വാസത്താൽ തന്റെ ജ്യേഷ്ഠനേക്കാൾ വിശിഷ്ട ബലി ദൈവത്തിന് അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പരിശുദ്ധനായ പരിമള തിരുമേനി സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഈ സർവസൃഷ്ടി പ്രപഞ്ചത്തിന് ഒരു വലിയ പിന്തുണയായി തീരുന്നത് താൻ ജീവിച്ചിരുന്ന കൊച്ചു കാലം കൊണ്ട്, ഒരു അരനൂറ്റാണ്ട് കൊണ്ട് തന്റെ ദൈവത്തിന് ശ്രേഷ്ഠ ബലികളെ അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് കൊണ്ടാണ്. ഹാബേൽ മരിച്ചിട്ടും മരിക്കാതെ ഇന്നും സംസാരിക്കുന്നു. സാക്ഷികളുടെ വലിയ സമൂഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത, മരിച്ചിട്ടും മരിക്കാതെ അവരിന്നും സംസാരിക്കുന്നു. ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നു. സാക്ഷികളുടെ സമൂഹത്തിൽ പൗലോസ്ലീഹാ തന്റെ ഓർമ്മയിൽ നിന്ന് കുറിച്ചെടുക്കുകയാണ്: ഹാനോക്ക് വിശ്വാസത്താൽ അവൻ ദൈവത്തോടൊപ്പം നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സാക്ഷികളുടെ സമൂഹത്തിൽ ഉള്ളവർ മരണം ആസ്വദിക്കുന്നില്ല. മരണം അവർക്കൊരു ദുഃഖമല്ല, മരണത്തെ അവർ രുചിദായകമായ അനുഭവമായി ആക്കി തീർക്കുന്നു. ദൈവത്തോടൊപ്പം നടന്നു സാക്ഷികളുടെ സമൂഹം മരണത്തെ ദുഃഖകരമായി കാണാതെ ദൈവത്തോടൊപ്പമുള്ള പ്രത്യാശയായി കരുതുന്നു. മൂന്നാമതായി ഓർപ്പിക്കുകയാണ് നോഹ. സാക്ഷികളുടെ സമൂഹത്തിലുണ്ടായിരുന്ന നോഹ ഭയഭക്തിയാൽ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു. ഇന്ന് സാക്ഷികളുടെ സമൂഹത്തിൽ നാം പുണ്യവാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ദിവ്യ പുരുഷന്മാരാകട്ടെ സ്ത്രീകളായിക്കൊള്ളട്ടെ, ഭയഭക്തിയാൽ രക്ഷയ്ക്കായി പെട്ടകം തീർക്കുന്നവരാണ്. ഈ ലോകത്ത് നോഹ ആദ്യത്തെ പെട്ടകം തീർത്തെങ്കിൽ ഇന്നത്തെ അമ്മമാരൊക്കെ അവരുടെ കുടുംബങ്ങളിൽ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർക്കേണ്ടവരാണ്. പ്രാർത്ഥനയാകുന്ന പെട്ടകം, കണ്ണുനീരാകുന്ന പെട്ടകം, ഉപവാസമാകുന്ന പെട്ടകം, നോമ്പാകുന്ന പെട്ടകം, കുടുംബ പ്രാർത്ഥനയാകുന്ന പെട്ടകം തീർപ്പാൻ തക്കോണം അമ്മമാർക്കും ഈ ലോകത്ത് ഗൾഫിൽ അല്ലാത്ത കൂട്ടായി ചേർന്ന് പ്രാർത്ഥിക്കുന്ന അപ്പന്മാർക്കും കടമയുണ്ട്. സാക്ഷികളുടെ സമൂഹത്തിൽ അബ്രഹാമിനെ ഓർപ്പിക്കുന്നു. വിളി ലഭിക്കുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. സാക്ഷികളുടെ സമൂഹം അങ്ങനെയാണ്. എന്നെ നീ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല, നീ എനിക്ക് എന്ത് തരുമെന്നുള്ളതല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവനെന്നെ വഴിക്ക് വെച്ച് വലയുവാൻ വിടുകയില്ല. വിശ്വസ്തനായി എണ്ണി അബ്രഹാമിനെ പോലെ അവനെ അനുഗമിപ്പാൻ തക്കൊണ്ട് ഇവിടെയായിത്തീരും. സാക്ഷികളുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയെ ആദ്യമായി ചേർക്കുകയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനെന്ന് ഉറക്കുകയാൽ ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനം എണ്ണുകയാൽ ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. ജീവിതത്തിൽ കുടുംബങ്ങളിൽ പുതിയ തലമുറകളെ കെട്ടിപ്പൊക്കുന്നത് അമ്മമാരാണ്. പുത്രോത്പാദനത്തിനുള്ള ശക്തി ആ അമ്മ പ്രാപിക്കുകയാണ്. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനെന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു, ആ സ്ത്രീക്ക് അറിയാമായിരുന്നു. അവളുടെ ജീവിതത്തിൽ കാലങ്ങൾ കഴിഞ്ഞു. അവൾ മുത്തച്ഛിയാകേണ്ട, അതിനപ്പുറമാകേണ്ട പ്രായത്തിലും വിളിച്ചവൻ വിശ്വസനം എണ്ണുകയാൽ സാക്ഷികളുടെ സമൂഹത്തിലേക്കും പുത്രോത്പാദനത്തിനുള്ള അനുഭവത്തിലേക്കും അവൃദ്ധയായ സ്ത്രീക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സാക്ഷികളുടെ സമൂഹത്തിൽ യെറിഹോ കോട്ട നൽകുന്നൊരു ചിത്രമുണ്ട്. വിശ്വാസത്താൽ സാക്ഷികളുടെ സമൂഹം യെറിഹോ കോട്ടയെ ചുറ്റിയപ്പോൾ കോട്ട വീണു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സാക്ഷികളുടെ സമൂഹത്തിൽ
നിത്യശീലിക്കപ്പുറം ഇരിക്കുന്നവർ അനേകം കോട്ടകളെ വീഴ്ത്തിയവരാണ്. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും അടിയുറച്ചു നിന്ന് ക്രിസ്തുവിനോടൊപ്പം പോരാടിയവരാണ്. ആയതുകൊണ്ട് അപ്പോസ്തല എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെട്ടു. സാക്ഷികളുടെ വലിയ സമൂഹം നേരും നിറയോടും അനുഗ്രഹത്തിന്റെ അനുഭവത്തിലും ദൈവവിശ്വാസത്തിലും നന്മയിലും നിലനിന്നതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സാറായുടെയും ഒക്കെ ദൈവം വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് ലജ്ജയുണ്ടായില്ല. ഇന്ന് നിങ്ങളോടൊപ്പം പ്രസംഗിക്കുന്ന ഈ അച്ഛൻ്റെ അല്ലെങ്കിൽ ഈ കത്തനാരുടെ ദൈവമെന്ന് ദൈവം വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് നോക്കുക. നമ്മുടെ പേരിൽ ദൈവം അറിയപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ അറിയപ്പെട്ടത് കഴിഞ്ഞാൽ തന്നെ ദൈവത്തിന് ലജ്ജയുണ്ടാകുമോ? സാക്ഷികളുടെ സമൂഹത്തിൽ എണ്ണപ്പെട്ട മോശയെ പറ്റി പറയുകയാണ്, മിസ്രൈമി നിക്ഷേപങ്ങളെക്കാൾ മശിഹായെ പ്രതിയുള്ള നിന്ദ അവൻ അനുഗ്രഹമായി കരുതി. മിസ്രൈമി നിക്ഷേപങ്ങളെക്കാൾ മശിഹായെടുത്തുള്ള നിന്ദ ഒരു ശ്രേഷ്ഠമായി കരുതി. കഴിഞ്ഞ തലമുറയിലെ അമ്മമാരും അപ്പന്മാരും ഇതുപോലെയായിരുന്നു. അവർക്ക് പള്ളിയിൽ പോകാൻ ഒത്തിരി വലിയ വിശിഷ്ട വസ്ത്രങ്ങളൊന്നുമില്ലെങ്കിലും, അവർക്ക് ആഹരിപ്പാൻ ഒത്തിരി വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങളൊന്നുമില്ലെങ്കിലും അവർ ക്രിസ്തുവിൻ്റെ നിന്ന ഈ ലോകത്തിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ നല്ലതെന്ന് കരുതിയവരായിരുന്നു. ആയതുകൊണ്ട് ജീവിതത്തിൽ സാക്ഷികളുടെ സമൂഹത്തിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുമ്പോൾ വിശ്വാസത്തിൽ അടിയൂന്നി മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകണം. എബ്രായ ലേഖനം 12-ാം അധ്യായം വിശ്വാസം നൽകുന്ന സുസ്ഥിരമായ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. വിശ്വാസം രാജ്യങ്ങൾ ജയിച്ചു, രാജ്യങ്ങളെ അവർ കീഴടക്കി. ഈ ലോകത്ത് ശത്രുവിൻ്റെ പിശാചിന്റെ രാജ്യങ്ങളുണ്ട്. വിശ്വാസത്താൽ പിശാചിന്റെ കോട്ടകളെ തകർക്കുവാൻ, പിശാചിന്റെ രാജ്യങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ഇടയാകണം. വിശ്വാസത്താൽ നീതി പുലരണം. ഇന്ന് ഒത്തിരിയിടങ്ങളിൽ പ്രസംഗങ്ങളുണ്ട്, എന്നാൽ പീഡനങ്ങൾക്ക് കുറവില്ല. കേരളത്തിൽ ഇന്ന് അപ്രകാരമുള്ള അനുഭവങ്ങൾ സ്ത്രീ പീഡനാണെങ്കിലും പുരുഷ പീഡനാണെങ്കിലും സമൂഹ പീഡനങ്ങളിലാണെങ്കിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതി നഷ്ടപ്പെട്ടു പോകുന്നൊരു വലിയ സമൂഹം. വിശ്വാസം വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ശക്തി നൽകും. ക്രൈസ്തവൻ എന്ന നിലയിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട്. യുദ്ധത്തിൽ ബലവാന്മാരായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. വിശുദ്ധ കുർബാന സാത്താനെതിരെയുള്ള വലിയ യുദ്ധമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കിടക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന പ്രാർത്ഥനയോടെ നാം കടന്നു വരുമ്പോൾ യുദ്ധത്തിൽ ബലവാന്മാരാകുവാൻ തക്കവണ്ണമാണ്. വിശ്വാസം ശത്രുപാളയങ്ങളെ തകർത്ത് കളയും. വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കും. ജീവിതത്തിൽ മൃതമായ അവസ്ഥയിൽ നീങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ആത്മീയമായും മാനസികമായും തളർന്ന് മണ്ണടിഞ്ഞ് ജീവിതത്തിൽ താളടിയായി പോകുന്ന ഒത്തിരി പേരുണ്ട്. വിശ്വാസം മൂലം നമ്മുടെ അപ്രകാരമുള്ള മരണങ്ങളിൽ നിന്ന് ഉദ്ധിതരായി മുന്നേറുവാൻ തക്കവണ്ണം ഇടയായി തീരണം. തിരിയുറപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചത് സാക്ഷികളുടെ സമൂഹം വിശ്വാസ ജീവിതത്തിന് ഒരു വലിയ പിന്തുണയാണ്. ഒരു മേഘക്കീറ് പോലെ പരിശുദ്ധ പരിമല തിരുമേനി ഉൾപ്പെട്ട സാക്ഷികളുടെ സമൂഹം എന്ന വലിയ സംഘം സഭയ്ക്കും സമൂഹത്തിനും ജീവനോടിരിക്കുന്നവർക്കും ഒരു വലിയ പിന്തുണയാകുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഓർപ്പിക്കുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ സമൂഹത്തിന്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞു. ഒരു മേഘക്കീറ് പോലെ ജീവനുള്ളവർക്കും സർവസൃഷ്ടിജാലങ്ങൾക്കും തുണയായിത്തീരുന്നു. രണ്ടാമതായി ഓർപ്പിക്കുകയാണ്, ഒരു വിശ്വാസി ഉപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്, ഒരു വിശ്വാസി ജീവിതത്തിൽ എന്തൊക്കെ ഉപേക്ഷിക്കണം. എബ്രായ ലേഖന കർത്താവ് ഓർപ്പിക്കുകയാണ്, സകല ഭാരവും. ഒരു വിശ്വാസി ഒന്നാമതായി ഉപേക്ഷിക്കേണ്ടത് ഭാരമാണ്. രണ്ടാമതായി ഉപേക്ഷിക്കേണ്ടത്
നമ്മോട് ചേർന്ന് നിൽക്കുന്ന പാപം, അതെത്ര തട്ടിയെറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിന്നെയും നമ്മളെ തേടി വരും. ഒരു ബൂമറാങ് പോലെ, ഒട്ടിപ്പിടിക്കുന്ന ഒരു പശ പോലെ നമ്മളെ തേടി വരുവാൻ തക്കൊണ്ട് അവിടെ ആയിത്തീരും. മത്തായിയുടെ സുവിശേഷ പ്രകാരം ഓർപ്പിക്കുക 11-28 വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ ഭാരപ്പെടുന്ന ഒത്തിരി പേര് ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്നു. മനുഷ്യരെന്ന് വിളിക്കപ്പെടാത്തൊരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാലത്ത് അധകൃതരെന്ന മുദ്രകുത്തി ഒരു വലിയ സമൂഹത്തെ ശൂദ്രരെന്ന പദവിയിൽ അടിച്ചു താഴ്ത്തുമ്പോൾ ശ്രേഷ്ഠ മതത്തിലുള്ളവർ നടന്നു പോകുന്ന വഴിയിൽ നാം പോവുകയും നാം ഉള്ളുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അധകൃതരെന്ന് വരച്ചു കിട്ടിയിരുന്ന സമൂഹത്തിന് അതുവഴി പോകുവാൻ പോലും സാധ്യമല്ല ആയിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് ഇറക്കിയ പുണ്യസ്മൃതി എന്ന പുസ്തകത്തിൽ പരിമല തിരുമേനിയും രാഷ്ട്രത്തിന്റെ കെട്ടുമണിയും എന്നുള്ള ഭാഗത്ത് ഒരു ലേഖനകർത്താവ് പ്രകാരം ഓർപ്പിക്കുകയായിരുന്നു. ശ്രേഷ്ഠരായ ജാതിക്കാർ പോകുന്ന പാതയിൽ പോയി മുള്ളുമായിരുന്നു, ഈ ശൂദ്രജാതിക്കാരുടെ മുള്ളുമായിരുന്നു. എന്നാൽ ശൂദ്രജാതിക്കാരന് അതിനുവഴി പോകാൻ തക്കോണം അനുവാദമില്ലായിരുന്നു. ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ പേറി നിന്ന ഒരു വലിയ സമൂഹത്തിന്റെ അത്താണിയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. ഇതുപോലെ പരിമല തിരുമേനിയുടെ നാഥനായ ക്രിസ്തു അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും അത്താണിയായിരുന്നു. യെശയ്യാ പ്രവാചകൻ 66-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ തല്ലിയേച്ച് സ്വല്പം അങ്ങോട്ട് തിരിഞ്ഞ് പോട്ടമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ആശ്വാസമായി. ജീവിതത്തിൽ എത്ര പ്രതിബന്ധങ്ങളും എത്ര പ്രയാസങ്ങളും വന്നിരിക്കുമ്പോഴും അമ്മയൊന്ന് വന്ന് ആശ്വസിക്കുമ്പോൾ, എന്താ കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പകുതി രോഗവും പകുതി പ്രയാസവും നീണ്ടും മാറിപ്പോകാൻ തക്കോണം ഇടയായിത്തീരും. യെശയ്യാവ് 40-ാം അധ്യായത്തിൽ 29-ാം വാക്യം ഓർപ്പിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഒന്നാമതായി ഉപേക്ഷിക്കേണ്ടത് ഭാരമാണ്. പ്രകാരം നമ്മുടെ പാട്ടുകാരൻ പാടുന്നുണ്ട്, ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടമോടിയിട. ഈ ജീവിതമാകുന്ന ഓട്ടം ഭാരവും പാപവും തള്ളിക്കളഞ്ഞുള്ള ഒരു ഓട്ടമാകണം. രണ്ടാമതായി വിശ്വാസി ഉപേക്ഷിക്കേണ്ടത് ചേർന്ന് നിൽക്കുന്ന പാപങ്ങളെയാണ്. അത് ജീവിതത്തിന്റെ ഉണർവിലും ഉറക്കത്തിലും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും പാപം നമ്മളെ പിടികൂടുവാൻ തക്കവണ്ണം അവിടെ ആയിത്തീരും. നമസ്കാരത്തിലെ പ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്, കാണാതെ പോയ ആടുപോയി ഞാൻ തെറ്റിപ്പോയി, നിന്റെ ഭൃത്യനെ അന്വേഷിക്കണമേ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയി, നിന്റെ ഭൃത്യനെ അന്വേഷിക്കണമേ. ദൈവത്തിന്റെ സന്നിധിയിലും മദ്ബഹായുടെ മുമ്പിൽ സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പട്ടക്കാരും ജനങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ കാൺമാനിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം. ജീവിതത്തിൽ പാപങ്ങൾ കുടുങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിക്ക് നമ്മൾ അദർശരായി തീരുവാൻ തക്കോണം ഇടയായിത്തീരണം. മൂന്നാമതായി ക്രൈസ്തവ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്? ലേഖനകർത്താവ് ഓർപ്പിക്കുന്നു, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, ഓട്ടം സ്ഥിരതയോടെ ഓടുക, ഓട്ടം ക്ഷമയോടെ ഓടുക. ഒറ്റ ദിവസം കൊണ്ട് ഓടിത്തീർക്കേണ്ടതല്ല ക്രൈസ്തവ ജീവിതം, ഒരു പെരുന്നാളിന് വന്ന് ഓടിത്തീർക്കേണ്ടതല്ല. ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടതാണ്. 50 ദിവസം നോമ്പൊക്കെ നോക്കി 50ാമത്തെ ദിവസം കുപ്പി പൊട്ടിക്കുമ്പോൾ സ്ഥിരതയോടെയുള്ള ഓട്ടം മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ക്രിസ്തു ഓർപ്പിക്കുകയാണ്, ഓട്ടം ക്ഷമയോടെ സ്ഥിരതയോടെ ഓടേണ്ടതാണ്. ഈ ഓട്ടം ഓടുവാൻ ജീവിതത്തിൽ സഹോദരങ്ങളോട് ക്ഷമിച്ചേ മതിയാവൂ. നാം ഇവിടെ ഇരിക്കുമ്പോഴും ക്രിസ്തീയമായ ഓട്ടത്തിലാണ്. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടത്തിലാണ്. ഉണർവിലും ഉറക്കത്തിലും കാലത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ചക്രം
ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇടയ്ക്ക് TV തുറന്നപ്പോൾ ഒരു പ്രസംഗം ഇപ്രകാരം ഓർപ്പിക്കുകയായിരുന്നു: അനേക വിശ്വാസികളും നല്ല പാസ്റ്റർ തിരക്കി ഓടുകയാണ്. അനേക വിശ്വാസികളും നല്ല സഭ തിരക്കി ഓടുകയാണ്. മലങ്കര സഭയിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇന്ന് അനേക പുതിയ പുതിയ വിശ്വാസികളുടെ സമൂഹം നല്ല പാസ്റ്ററേയും നല്ല സഭയും തിരക്കി ഓടുന്നു. നല്ല സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വൻ കാറുകളിൽ വന്നിറങ്ങുന്ന സമൂഹത്തെയാണ് ഉദ്ദേശിച്ചാണ് പറയുന്നത്. പാവപ്പെട്ടവനെ ആർക്കും വേണ്ട, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ആർക്കും വേണ്ട, ദരിദ്രനെ ആർക്കും വേണ്ട. സ്ഥിരതയോടെയുള്ള ഓട്ടത്തിന്റെ പിൻബലം നൽകുന്നതാണോ ആ ക്രൈസ്തവ വിശ്വാസം? ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടതാണ്. കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും സ്ഥിരതയോടെ ഓടേണ്ടതാണ്. തൻ്റെ കുഞ്ഞ് ലോകപ്രകാരം മരിച്ചു പോയപ്പോൾ കൊച്ചുകുഞ്ഞുപദേശി പാടുകയാണ്: ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. സ്ഥിരതയോടുള്ള ഓട്ടമാണിത്. ജീവിതത്തിൽ ചില നന്മകളൊക്കെ വരുമ്പോഴുള്ള ഓട്ടമല്ല, ജീവിതത്തിൽ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം അവിടെ ആയിത്തീരണം. യോബിന് സാധിച്ചത് അതാണ്. ഭാര്യ പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് നന്മകൾ തന്നെങ്കിൽ അവൻ തന്ന തിന്മകളെയും സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് കടമയില്ലയോ എന്ന് ചോദിച്ച്, ഉത്തരവാദിത്വമില്ലയോ എന്ന് ചോദിച്ച് സ്ഥിരതയോടെ ഓടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ യോബിനെ പോലെ പാലിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അടുത്തതായി, ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ അവന്റെ നോട്ടം എവിടെയായിരിക്കണം? ഒരു ക്രൈസ്തവന്റെ നോട്ടം എവിടെയായിരിക്കണം? 12-ാം അധ്യായം 2-ാം വാക്യം ഓർപ്പിക്കുന്നു: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഒരു ക്രൈസ്തവൻ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ഒരു പഴയ പാട്ടിലെ പ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: കണ്ണുകൾ നിങ്കൽ ഉറപ്പിച്ചൻ, ദിനകൃത്യങ്ങൾ തുടങ്ങുന്നൻ, വീഴാതെന്നെ നയിക്കണമേ, വിജയാനുഗ്രഹമേകണമേ. ജീവിതത്തിൽ പ്രഭാത നമസ്കാരത്തിൽ രാവിലെ എഴുന്നേറ്റുകൊണ്ട് അമ്മ ദൈവത്തോട് ചോദിക്കുകയാണ്: എൻ്റെ ഭവനത്തെ ഞാൻ എങ്ങനെയാണ് നയിക്കേണ്ടത്? കണ്ണുകൾ കർത്താവേ ഞാൻ നിങ്കൽ ഉറപ്പിച്ചിരിക്കുന്നു, വീഴാതെന്നെ നയിക്കണമേ, വിജയാനുഗ്രഹമേകണമേ. ഒരു ക്രൈസ്തവൻ അവന്റെ ജീവിതത്തിൽ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. അടുത്തതായി, ഈ ലോകത്ത് ആരാണ് ക്രിസ്തു? ക്രിസ്തു ആരാണ്? ഇബ്രാഹിം കർത്താവ് ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: വിശ്വാസത്തിന്റെ നായകനാണ് ക്രിസ്തു. വിശ്വാസത്തിന്റെ നായകനാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം ഓർപ്പിക്കുന്നു: കാഴ്ചയാലല്ല, പിന്നെങ്ങനെ? വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. ഈ ലോകം കാഴ്ചയാൽ ഓടേണ്ടതെന്നല്ല, പിന്നെയോ വിശ്വാസത്താൽ നടക്കുന്ന ഒരു അനുഭവമാണ്. അത് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കേണ്ട അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു ഓർപ്പിക്കുകയാണ്, 11-ാം അധ്യായം 25-ാം വാക്യം: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. വിശ്വാസത്തിന്റെ നായകൻ ക്രിസ്തുവാണ്. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ലെന്ന് പറയുക എന്നൊക്കെ വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നാം ക്രിസ്തുവിനെ ദൈവവും രാജാവും നമ്മുടെ മഹത്വ പ്രഭുവായി ഉൾക്കൊള്ളുന്നത് അവനിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല എന്നുള്ള അദൈവികമായ വചനമുള്ളത് കൊണ്ടാണ്. ആരാണ് ക്രിസ്തു? ക്രിസ്തു വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവനാണ്. ഒന്നാമതായി ക്രിസ്തു അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. ക്രിസ്തു വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവനാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പൂർത്തീകരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ക്രിസ്തു ഏൽക്കുന്ന 3 പരീക്ഷകളെ കുറിച്ച് തിരുവചനം വരച്ചു കാണിക്കുന്നു. 3 ഇടങ്ങളിലൂടെ ക്രിസ്തു പരീക്ഷിക്കപ്പെടുകയാണ്. ഒന്ന് അപ്പത്തിന്റെ രൂപത്തിൽ, ഒന്ന് ഗോപുരത്തിൽ നിന്നുള്ള ചാട്ടത്തിന്റെ അനുഭവത്തിൽ, ഒന്ന് സാത്താനെ വണങ്ങുന്ന അനുഭവത്തിൽ. ഈ 3 അനുഭവങ്ങളിലും ക്രിസ്തു തന്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളൊന്നും
ക്രിസ്തുവിന്റെ വിശ്വാസത്തെ, ക്രിസ്തുവിന് അവന്റെ പിതാവിലുള്ള വിശ്വാസത്തെ തച്ചുടയ്ക്കുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 21-22 വാക്യം പറയുന്നു, ക്രിസ്തു ഓർപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്തിൽ യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഒരു സ്ത്രീ 12 വർഷക്കാലമായി ശരീരത്തിൽ അശുദ്ധി ബാധിച്ച് രക്തം വാർന്നു പോകുന്നവളായി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്നു. അവൾ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ വസ്ത്രത്തിലൊന്ന് ആഞ്ഞു പിടിച്ചപ്പോൾ വിശ്വാസത്തിന്റെ പൂർത്തിയായി ആ സ്ത്രീക്കായി തീർന്നു. വിശ്വാസത്തിന്റെ പൂർത്തി വരുന്ന കർത്താവ് ആ തിക്കിലും തിരക്കിലും അവൾക്ക് ആശ്രയവും സൗഖ്യമായി മാറുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. എലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പാകെ നിന്നുകൊണ്ട് തന്റെ ദൈവത്തിന് ഒരു വലിയ ബലി അർപ്പിക്കുകയാണ്. ബാലിന്റെ പ്രവാചകന്മാർ 450 പേരോളം നിന്നുകൊണ്ട് ബാലെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബലി സ്വീകരിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചു. അഗ്നി കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം അവനാണ് യഥാർത്ഥ ദൈവമെന്ന് അവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ബാൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ബാലുൽ പ്രത്യക്ഷപ്പെട്ട് ഉത്തരമരളിയില്ല. രണ്ടാമത്തെ ഊഴം ഏലിയാവിനാണ് വന്നത്. ഏലിയാവ് ഒരു തോട് കീറി ആ തോട്ടിന്മേൽ കാളയെ അറുത്തു വെച്ചു, അതിന്മേൽ വെള്ളം കോരിയൊഴിച്ചു, നിന്നുകൊണ്ട് ദൈവത്തോട് ഉത്തരമരളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ അതിന്റെ പ്രധാന ഭാഗത്ത് കർത്താവിനോട് ഉത്തരമരളണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഉത്തരമരളണമേ എന്ന് പ്രാർത്ഥിച്ചു. ഏലിയാവിന്റെ ദൈവം തീ കൊണ്ട് ഉത്തരമരളി. പച്ച മാംസത്തിന്മേൽ പച്ചവെള്ളം നിറച്ചിരിക്കുമ്പോൾ, തോട് നിറഞ്ഞു കവിയുമ്പോൾ ഏലിയാവിന്റെ ദൈവം അഗ്നി കൊണ്ട് ഉത്തരമരളുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ക്രിസ്തു ഏലിയാവിന്റെ വിശ്വാസത്തെ പൂർത്തീകരിച്ചു. അഗ്നിയുടെ പ്രവാചകനായി ഏലിയാവിനെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവരാണ് ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു സഹോദരി ക്രിസ്തുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരികയില്ലായിരുന്നു. അവളുടെ ഈ പ്രഖ്യാപനത്തെ ക്രിസ്തു യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചു. മരിച്ച് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറക്കിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ വിശ്വാസത്തെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ലാസർ കല്ലറ വിട്ട് നാറ്റം വിട്ട് പുറത്തിറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്ന ക്രിസ്തു അവന്റെ ഏറ്റവും വലിയ മാതൃകയെ കാണിച്ചു വരുന്നത് അവന്റെ ഉത്ഥാനം തന്നെയാണ്, അവന്റെ പുനരുത്ഥാനം തന്നെയാണ്. യഹൂദന്മാര് വിചാരിച്ചു അവനെ കൊന്നുകളഞ്ഞാൽ അവന്റെ രാജ്യം നിഷ്പ്രഭമാകുമെന്ന്. അവനെ കൊന്നുകഴിഞ്ഞാൽ അവന്റെ പ്രസംഗം വ്യർത്ഥമാകുമെന്ന് യഹൂദർ വിചാരിച്ചു. അവനെ താളടിയാക്കി കളഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോകുമെന്ന്. എന്നാൽ കൊല്ലപ്പെട്ടവനായ ക്രിസ്തു വീഞ്ഞിന്റെ ലഹരി ഒഴിഞ്ഞു വരുന്ന ഒരുവനെ പോലെ കല്ലറ വിട്ട് 3-ാം ദിവസം ഉദ്ധിതനായി തീർന്നപ്പോൾ പൗലോസ്ലീഹായുടെ ഈ ദൈവികമായ അനുഭവത്തെ ക്രിസ്തു വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവനുമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ കണ്ടേക്കാം, പ്രതിബന്ധങ്ങൾ കണ്ടേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം. കണ്ണുനീരോടെ അപേക്ഷിക്കുമ്പോൾ, തന്റെ പ്രയാസങ്ങളെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പൂർത്തി വരുത്തുന്നൊരു കർത്താവ് അവന്റെ കൂടെയുണ്ടെന്ന് നാം മറന്നു പോകരുത്. യഹോവന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ദുഷ്കർമ്മികളുമായവർ എൻ്റെ മാംസം നന്നുകുവാൻ അടുക്കുമ്പോൾ വിടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ജീവിതത്തിൽ ക്രിസ്തു വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവനാണ്. മൂന്നാമതായി, ആരാണ് ക്രിസ്തു? ക്രിസ്തു തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം
ഓർത്ത് തന്റെ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടിയവനാണ്. ക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് തന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടി. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രിസ്തുവിന്റെ മുമ്പിൽ ഈ ലോക ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ മുമ്പിൽ ഈ ലോക ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ മക്കളാകുന്ന നമുക്കും ഈ ലോക ജീവിതത്തിൽ ക്രിസ്തു ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ വെച്ച് മാറിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം സന്തോഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങി വലിയ വലിയ സന്തോഷങ്ങളുടെ പൂർത്തീകരണം. നമ്മുടെ മുമ്പിൽ പുതിയ പുതിയ സന്തോഷങ്ങളെ ക്രിസ്തു വെട്ടി തുറക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്ന് പറയുകയാണ്, ഞാൻ അവന്റെ ശബ്ദമാണ്, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ്, ഞാൻ അവന്റെ മുന്നോടിയാണ്, അവന്റെ ചെരുപ്പുകളുടെ വാറെഴുപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ക്രിസ്തുവിന്റെ ശബ്ദമായി മാറുവാൻ, ക്രിസ്തുവിന്റെ മുന്നോടിയായി മാറുവാൻ, അവന്റെ ചെരുപ്പുകളുടെ വാറെഴുപ്പാൻ പോലും യോഗ്യതയില്ലെന്ന് ആത്മാർത്ഥമായി ലോകത്ത് വിളിച്ചു പറയുവാൻ, ക്രിസ്തുവിന് വേണ്ടി മരുഭൂമിയിലെ ശബ്ദമാക്കപ്പെടുവാൻ യോഹന്നാൻ സ്നാപകന് സന്തോഷമായിരുന്നു. എന്താ മരുഭൂമിയിലെ ശബ്ദം എന്ന് വെച്ചാൽ, മരുഭൂമിയിലെ ശബ്ദം ആരും കേൾക്കുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി ആരും കേൾക്കപ്പെടാതെ ജീവിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി മാനസാന്തരത്തെ പ്രസംഗിപ്പാൻ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീരിട്ട് കളയുമെന്ന് ആത്മാർത്ഥമായി ചങ്കുറപ്പോടെ പറയുവാൻ വിശ്വാസത്തിന്റെ ആണത്വമുള്ളവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, താൻ ചെയ്യുന്ന പ്രവർത്തനം, തന്റെ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥത യോഹന്നാൻ സ്നാപകനെ വല്ലാതെ മതിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ക്രിസ്തു പ്രകാരം ഓർപ്പിക്കുന്നു, ഇപ്പോഴോ ഞാൻ പിതാവേ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാക്കേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ക്രിസ്തു തന്റെ അരുമശിഷ്യന്മാരെ, തന്റെ പിന്തുടർച്ചക്കാരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഇപ്പോഴോ പിതാവേ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. കൊല മരം കയറുവാൻ പോകുമ്പോഴും ക്രൂശ് കയറുവാൻ പോകുമ്പോഴും ക്രിസ്തുവിന്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷമുണ്ടായിരുന്നു. ക്രിസ്തു നമുക്ക് സമ്മാനിക്കുന്ന അതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ക്രൂശിന്മേൽ കയറുമ്പോഴും ക്രൂശുമായി പോകുമ്പോഴും അടുത്ത് നിൽക്കുന്ന സ്ത്രീകളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ, നിങ്ങൾ എന്നെ ചൊല്ലി അസമാധാനമൊന്നും ഉണ്ടാകണ്ട. ആരാണ് ക്രിസ്തു? ക്രിസ്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനാണ്. ആരാണ് ക്രിസ്തു? ക്രിസ്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനാണ്. ഇന്ന് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒത്തിരി വഴിപിരിഞ്ഞു പോകാൻ തക്കവണ്ണം കാരണം എന്താണ്? നമ്മൾ ചിലയിടങ്ങളിലൊക്കെ അപമാനിക്കപ്പെട്ടപ്പോൾ, ചിലയിടങ്ങളിലൊക്കെ ഞാൻ ആരുമല്ലെന്ന് തോന്നിയപ്പോൾ, അപമാനം അലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല. നമ്മുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഞാൻ എന്നുള്ള ചിന്ത നമ്മളെ ഭരിച്ചു. എന്നാൽ ക്രിസ്തു യഹൂദന്മാരും തുപ്പലറ്റപ്പോൾ, ചാട്ട ആഞ്ഞു പതിച്ചപ്പോൾ, വസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ, അവനെ ഒരു കീറു വസ്ത്രം മാത്രം നൽകി നഗ്നനായി വഴിത്താരയിലൂടെ നടത്തിയപ്പോൾ, കരണത്താഞ്ഞടിച്ചതിനെ അടിച്ചത് ആരാണെന്ന് പറഞ്ഞപ്പോൾ, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിന് ചങ്കുറ്റമുണ്ടായിരുന്നു.
ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിലൊരു വിവാഹം നടന്നപ്പോൾ അവർ തമ്മിൽ ഇച്ചിരി ക്ലാഷൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നിശ്ചയത്തിന് വന്ന ആൾ കല്യാണത്തിന് വന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറയുമായിരുന്നു, നിശ്ചയത്തിന് വന്ന ആള് വിളിക്കണ്ടെന്ന് പറഞ്ഞ ആളിനെ ആ വീട്ടുകാർ കല്യാണത്തിന് വിളിച്ചിരുന്നു. അവരെ കണ്ടതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് കല്യാണത്തിന് പ്രത്യക്ഷപ്പെടാഞ്ഞത്. എല്ലാം ക്ലോസ് റിലേറ്റീവ്സ് ആണ്. അവരെ വിളിച്ചാൽ ഞാൻ വരുന്നില്ല, ഞാൻ മാത്രമേ ആകാവൂ. അവനുണ്ടെങ്കിൽ ഞാൻ വരികയില്ല, അവൾ വച്ചാൽ ഞാനുണ്ണുകയില്ല. ഞാൻ അത്രയ്ക്ക് നായൊന്നുമല്ല. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുവാൻ നമ്മുടെ തമ്പുരാന് സാധിച്ചുവെങ്കിൽ ക്രൂശിനെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി, സഭയെ പ്രതി, അതൊക്കെ പോട്ടെ, നമ്മുടെ കുടുംബജീവിതത്തെ പ്രതി, എൻ്റെ വ്യക്തി ജീവിതത്തെ പ്രതി ഞാൻ എന്ത് സഹിക്കുന്നു? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരണം. ഇന്നെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് ആണ്, ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ്. അമ്മ പോലും സഹിക്കുകയില്ല മക്കൾക്ക്, അപ്പനെ പോലും സഹിക്കുകയില്ല ഭാര്യയ്ക്ക്, വല്യപ്പച്ചനെ സഹിക്കുകയില്ല കൊച്ചുമക്കൾക്ക്. അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഒരിക്കലൊരു വല്യപ്പച്ചൻ മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈസി ചെയറിനകത്ത് കൊച്ചുമകൻ കാലും കയറ്റി കിടക്കുന്നു. അപ്പച്ചനെ കണ്ടിട്ട് അവനണങ്ങിയില്ല, അവൻ TV കണ്ടുകൊണ്ട് തന്നെ കിടന്നു. അപ്പച്ചന് വലിയ സങ്കടമായി. ഒത്തിരി വണ്ടിയൊക്കെ ഓടിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ കൊച്ചുമോന് ഒന്ന് എഴുന്നേറ്റ് പോലും ചെയ്തില്ലല്ലോ. മോളോട് എന്ന് ചോദിച്ചു, നീ ഇങ്ങനെ അന്നടി മോനെ വളർത്തുന്നേ, എന്താ പറ്റിയ? ഞാൻ വന്നിട്ട് അവനൊന്ന് മൈൻഡ് പോലും ചെയ്തില്ല, കാലും കയറ്റി വെച്ചോണ്ടിരിക്കുകയാണ്. അമ്മ വന്ന് കൊച്ചിന് ചേർക്കാനോട് ചോദിച്ചു, എന്താടാ നീ അപ്പച്ചൻ വന്നപ്പോൾ അങ്ങനെ ചെയ്തത്? തൊട്ട് മുറ്റത്തുണ്ടായിരുന്ന തെങ്ങലോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊച്ചു ചേർക്കാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ കരിക്കാന്നോ മോളിൽ നിൽക്കുന്നത്, തേങ്ങയാന്നോ മോളിൽ നിൽക്കുന്നത്? വിളഞ്ഞ സാധനം താഴെ ഇരിക്കുന്നത്, വിളയാത്തത് മുകളിലാണ് നിൽക്കുന്നത്. പയ്യന്റെ ബുദ്ധി അപാരമായിരുന്നു. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിപ്പാൻ തക്കവണ്ണം ക്രിസ്തു ചങ്കുറ്റം കാണിച്ചു. ജീവിതത്തിൽ സഭയും സമൂഹവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ക്ലാഷുകൾ അപമാനം അലക്ഷ്യമാക്കി ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകാത്തത് കൊണ്ടാണ്. ആത്മീയരുടെ ഇടയിലും ഭൗതികരുടെ ഇടയിലും അപമാനം അലക്ഷ്യമാക്കി ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ തക്കവണ്ണം ഒരിടം കണ്ടെത്താതെ പോകുന്നു. ആരാണ് ക്രിസ്തു? ഇബ്രായ ലേഖന കർത്താവ് ഓർപ്പിക്കുകയാണ്, 12-ാം അധ്യായം 2-ാം വാക്യം, അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനാണ് ആര്? ക്രിസ്തു. ക്രിസ്തു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങൾ തന്നെ ആയിരിക്കണം. അത് ദൈവവചനപ്രകാരം പിതാക്കന്മാർ കോട്ട് ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54-ാം വാക്യം, സ്തെഫാനോസ് കല്ലേറ് കൊണ്ടൊരു കൽക്കൂമ്പാരമാകുന്നു. ശരീരം മുഴുവനും ചോരച്ചാലുകളായി ഒഴുകിയിറങ്ങുന്നു, മാംസം അടർന്നു വീഴുന്നു, അവന്റെ കൊച്ചു കൊച്ചു അവയവങ്ങളൊക്കെ തെറിച്ചു പോകുന്നു. ഈ സമയത്ത് കല്ലേറ് കൊണ്ട് മരിക്കുന്ന സഭയുടെ അനുഗ്രഹീതനായ ശമാശൻ ഉയരങ്ങളിലേക്ക് നോക്കി. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഒരു സമൂഹം അവന്റെ നേരെ പല്ല് കടിച്ചപ്പോൾ അവൻ ഉയരങ്ങളിലേക്ക് നോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അതാണ് യേശു നിന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു,
അവന് വലതുഭാഗത്ത് ഇരിക്കുകയാണെന്ന്. യേശു നിൽക്കാൻ കാരണം എന്താണ്? തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്വർഗസിംഹാസനത്തെ പ്രതി അനുഗ്രഹങ്ങളുടെ ഇടയിലേക്ക് ഓരോ ആത്മാവും എടുക്കപ്പെടുമ്പോൾ ഓരോ പ്രാവശ്യവും തമ്പുരാൻ പിതാവിൻ്റെ വലതുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ ദൈവം എത്ര വിനയമുള്ളവനാണ്! ഈ ലോകത്ത് ഓരോ വ്യക്തിയും മരിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിനോട് ചേർക്കപ്പെടുമ്പോൾ പിതാവിൻ്റെ വലതുവശത്ത് പുത്രൻ ഓരോ പ്രാവശ്യവും എഴുന്നേൽക്കുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നമ്മളിതുവരെയും ചിന്തിച്ചത് ക്രിസ്തു ആരാകുന്നു എന്നുള്ളതാണ്. അടുത്തതായി, ഒരു വിശ്വാസി എന്തുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കണം? ഒരു വിശ്വാസിയുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ ധ്യാനം എന്തുകൊണ്ട് ക്രിസ്തു ആയിരിക്കണം? നമ്മുടെ ചിന്താവിഷയത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേ. ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ധ്യാനിക്കേണ്ടത്? ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഉറങ്ങിച്ചെയ്ത ക്രിയ ഏതാണ്? ഉറങ്ങിച്ചെയ്ത പ്രവർത്തനം ഏതാണ്? പ്രാർത്ഥിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറങ്ങിച്ചെയ്തത്. ഒരു വലിയ നോമ്പില് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കുള്ള കർത്താവെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ ഒരു സൈഡിലോട്ട് ഓങ്ങി ഇങ്ങനെ സുഖമായിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വല്യമ്മച്ചി കൈക്കുരുടി വന്നു. ഞാൻ മുഖമടിച്ച് താഴെ വീണു. ഞാനെന്തായാലും വിചാരിച്ചു, ഈ വല്യമ്മയ്ക്ക് എന്തോ എൻ്റെ കേടാണ്. ജീവിതത്തിൽ ഏറ്റവും മടിപ്പുള്ളൊരവസ്ഥയാണ് പലരെ സംബന്ധിച്ചും ക്രൈസ്തവ ജീവിതം. ഒരു മനുഷ്യന് പ്രകാരം സാക്ഷ്യം പറയുമായിരുന്നു, ഇതെൻ്റെ വല്യപ്പച്ചനൊരു അനുഭവമായിരുന്നു, എൻ്റെ അപ്പച്ചനൊരു പാരമ്പര്യമായിരുന്നു, എനിക്കിന്നൊരു തലവേദനയാണ്. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അപ്പന്മാർക്ക് ഒരു വലിയ പാരമ്പര്യമായിരുന്നു. അവർ പള്ളിയിൽ പോകുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരമ്പര്യമായിരുന്നു. നമുക്കിന്ന് ഒരു വലിയ തലവേദനയായി മാറി. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യം, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. കാലാമത്തിലിട്ടിരിക്കുകയാണ്, കൈകളും ബന്ധിച്ചിട്ട് കാണും. അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് എന്ത് ചെയ്തു? ദൈവത്തെ പാടി സ്തുതിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. എത്ര ഇടങ്ങളിൽ ക്ഷീണിച്ചു പോയി. ഞാനൊരിക്കല് എൻ്റെ ഒരു ബന്ധുക്കാരൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ പിള്ളേർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 പാട്ടായി കഴിഞ്ഞപ്പോൾ കൊച്ചി ഇറക്കാൻ മൂത്ത കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പാട്ടുപുസ്തകം പിടിച്ചു മാറ്റിച്ച് പറഞ്ഞു, മതി, 2 പാട്ടായി. കൊച്ചു പിള്ളേർക്ക് പോലും ക്ഷീണമാണ്. ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നമ്മളിനിയും തുറന്നുള്ള ദിവസങ്ങൾ യോനായെ ധ്യാനിക്കുന്ന ദിവസമാണ്. ഒത്തിരി ക്ഷീണിച്ചു പോയൊരു പ്രവാചകനാണ് യോന. നീ നിനവയ്ക്ക് പോകാൻ പറയുമ്പോൾ അവന് ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ഒരു ക്ഷീണമായിട്ടാണ് തോന്നിയത്. നീ പറയുന്നത് കേൾക്കാനേ ഉള്ളോ ഞാൻ. ക്ഷീണിച്ചു മടുത്തുപോയ പ്രവാചകൻ. ക്ഷീണിച്ച പ്രവാചകൻ, ദൈവത്തെ കേൾക്കുവാൻ ക്ഷീണപ്പെട്ട പ്രവാചകൻ കപ്പലിന്റെ അടുത്തിലും ക്ഷീണിച്ചുറങ്ങി. കപ്പൽ പ്രമാണി കപ്പൽ വലിയ പ്രതിസന്ധിയിലായിട്ട് കണ്ട് ചീട്ടിടുമ്പോൾ, ചീട്ടി യോനയ്ക്ക് വിടുമ്പോൾ കപ്പൽ പ്രമാണി വന്ന് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? നീ ഏത് രാജ്യക്കാരൻ? തുടർച്ചയൊരു വലിയ ചോദ്യശരമാണ് അവന്റെ നേരെ ചെയ്യുന്നത്. വിശ്വാസി എന്തുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കണം? ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഇതുപോലൊരു വെള്ളിയാഴ്ച നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞതുപോലെ തിരുശരീര രക്തങ്ങളുടെ മേൽ
18 പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ ധ്യാനം അനുസരിച്ച് 18 ഇടങ്ങളിൽ ക്രിസ്തു മുഖമടിച്ചു വീണു. ശൂലമി പറയുന്നുണ്ട്, ഇതുപോലെ മനോഹരനായ ഒരു സുന്ദരൻ 10,000 പേരിലും അതിശ്രേഷ്ഠൻ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം വരെയും മാർന്നുപോയി. മരിച്ചു കിടക്കുമ്പോൾ ഒരു ഭടൻ അവന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് ഒരു ശൂലമാഞ്ഞു കുത്തി. സാറിന് മരിച്ചു കഴിഞ്ഞാൽ രക്തവും വെള്ളമൊന്നും ഒഴുകുകയില്ല. ക്രിസ്തുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് രക്തവും വെള്ളവും ചീറ്റിയൊഴുകി. മരിച്ചു കഴിഞ്ഞിട്ടും ക്രിസ്തു നമുക്ക് വേണ്ടി ദാഹിച്ചവനാണ്. ക്രിസ്തു ക്രൂശന്മേൽ മരിച്ചതിന് ശേഷവും നാം ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ദാഹിക്കുന്നവനാണ്. എന്റെ ക്രിസ്തു എനിക്ക് വേണ്ടി ഈ പ്രകാരം ദാഹിച്ചിരിക്കുക. എൻ്റെ ജീവിതക്രമങ്ങളിൽ ദാഹാർത്ഥമായി എത്രമാത്രം ഞാൻ ആരാധിച്ചിട്ടുണ്ട്. ഞാൻ ആർത്തിയോടെ എത്രമാത്രം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. മാന്യത്തോടിലേക്ക് ചെല്ലുവാനും കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാനും കാക്ഷിക്കുന്നു. ചാക്കോ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ മാന്യത്തോടിൽ ചെല്ലുന്ന കാര്യത്തെ ഓർപ്പിച്ചു. വിഷപ്പുല്ല് ചെന്നതിന് ശേഷം മാൻ മരണപ്രാളം അനുഭവിക്കുന്ന മാൻ വെള്ളം തേടി ഓടിച്ചെല്ലും. വെള്ളം മാക്കം കുടിക്കും. വയറു പൊട്ടുമാറ് കുടിക്കുമ്പോൾ അതിൻ്റെ വയറ്റിലുണ്ടായിരുന്ന വിഷപ്പുല്ല് അതതിൻ്റെ മലത്തിലൂടെ ഒഴുകിപ്പോകാൻ കൊണ്ട് ആയിത്തീരും. മാന്യത്തോടിലേക്ക് ചെല്ലുന്നത് മരണപ്രാളം കൊണ്ടാണ്, ദാഹം കൊണ്ടല്ല. പിന്നെയോ മരണപ്രാളം അനുഭവിച്ച് ചെല്ലുന്ന അനുഭവമാണ്. ഒരു വിശ്വാസി ക്രിസ്തുവിനെ ചെല്ലേണ്ടത് ഇപ്രകാരം ഒരനുഭവത്തിലാണ്, ആർത്തിയോടെ. ഒരു വിശ്വാസി എന്തുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കണം? പാപികളാൽ നമുക്ക് വേണ്ടി വിരോധം സഹിച്ചവനാണ്. പാപികളാൽ നമുക്ക് വേണ്ടി വിരോധം സഹിച്ചവനാണ്. അവൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിരോധമൊക്കെ ഏറ്റുവാങ്ങിയത്. ചമ്മട്ടിക്കടി കൊണ്ടതും കൈക്കടി കൊണ്ടതും മുഖമടിച്ചു വീണതും വസ്ത്രമുരിയപ്പെട്ടതും രക്തം വാർന്നതും മനോഹരൂപിയായ ക്രിസ്തു വിരൂപിയായി മാറിയതും പാപികളായ വിരോധം സഹിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. മൂന്നാമതായി, നാം എന്തുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കണം? അവൻ ആത്മാക്കളുടെ പിതാവാണ്. ക്രിസ്തു ആത്മാക്കളുടെ പിതാവാണ്. 12-ാം അധ്യായം 9-ാം വാക്യം. ആത്മാക്കളുടെ പിതാവെന്ന ക്രിസ്തുവിനെ അവിടെ സംബോധന ചെയ്യുന്നു. മരണം കൊണ്ട് ഒരു വിശ്വാസി ആത്മാക്കളുടെ പിതാവിന്റെ സംഘത്തിലേക്ക് ചേരുകയാണ്. നമ്മുടെ ജന്മം തന്നെ അവനിൽ നിന്നാണല്ലോ. നമ്മളില്ലാതിരിക്കെ നമ്മെ അറിഞ്ഞൊരു കർത്താവാണ് അവൻ. പ്രവാചകൻ ഓർപ്പിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ പേർ എൻ്റെ കൈത്തണ്ടൽ എഴുതിയിരിക്കുന്നു. എന്ത് കയ്യിലെഴുതുക എന്ന് വെച്ചാൽ അർത്ഥം? പേപ്പറൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ പേപ്പറില്ലാതിരിക്കുമ്പോൾ അവർ പേന അവിടെ നിങ്ങൾ കടം വാങ്ങിച്ച് കയ്യിലെഴുതുമായിരുന്നു. ഏറ്റവും അതിപ്രധാനമുള്ളത്, മറന്നു പോകാതെ ഇരിക്കേണ്ടത് നെഞ്ചോട് ചേർത്ത് എഴുതുവാൻ കയ്യിലെഴുതുമായിരുന്നു. ക്രിസ്തു ആത്മാക്കളുടെ പിതാവാണ്. നാലാമതായി, നാം എന്തുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കണം? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി നമ്മെ സൃഷ്ടിക്കുന്നു. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി അവൻ നമ്മെ സൃഷ്ടിക്കുന്നു. 10-ാം വാക്യം.
12-ാം അധ്യായം 10-ാം വാക്യം. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി നമ്മെ സൃഷ്ടിക്കുന്നു. ഒരു വിശ്വാസി, ഒരു ഓർത്തഡോക്സുകാരൻ അവന്റെ ജീവിതത്തിൽ അറിയേണ്ടത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നറിയാമോ? നീ വലിയ വീട് വെക്കുന്നതും വലിയ ജോലി വാങ്ങുന്നതും വലിയ വലിയ അനുഭവങ്ങൾ, വലിയ വലിയ പൊസിഷൻ കയറുന്നതും മാത്രമല്ല. അതൊക്കെ ആവശ്യമാണ്. എന്നാൽ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് അവൻ നമ്മെ സൃഷ്ടിക്കുന്നു. യോബ് പ്രതിസന്ധിയിലൂടെ കടന്നു വന്നപ്പോൾ അവൻ വിശുദ്ധി പ്രാപിക്കുകയായിരുന്നു. വരുമന തിരുമേനി 1/2 നൂറ്റാണ്ട് തികച്ചുള്ള തന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ, മാരകമായ രോഗങ്ങൾ ബാധിച്ചപ്പോൾ, ഭക്ഷണം കഴിക്കാൻ വയ്യാതെ വന്നപ്പോൾ, ക്ഷീണിച്ച അവശനായി മരണശൈലിയിലേക്ക് നീങ്ങിയപ്പോൾ ആ പിതാവ് വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. ഇന്ന് 100 വയസ്സ് കഴിഞ്ഞ് എത്രയോ പേര് മലങ്കര സഭയ്ക്ക് ലോകത്ത് ജീവിക്കുന്നുണ്ട്. മലങ്കര സഭ മക്കളായിട്ട് തന്നെയുണ്ട്. 1/2 നൂറ്റാണ്ട് തികച്ച് ജീവിച്ച ഈ പിതാവ് അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ശിക്ഷകളെ ഏറ്റുവാങ്ങിയവനാണ്. ക്രിസ്തു നമുക്ക് സമ്മാനിച്ച ഈ ജീവിതം എത്രമാത്രം വിശുദ്ധിയെ പ്രാപിപ്പാൻ തക്കണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാട്ടുകാരൻ പാടുന്നുണ്ട്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികയ്ക്കുവാൻ തക്കവണ്ണം ശ്രദ്ധയുണ്ടാകണം. നാം ധ്യാനിപ്പാൻ തക്കവണ്ണം ശ്രദ്ധിച്ചത് സാക്ഷികളുടെ ഒരു വലിയ സമൂഹം മേഘക്കീറ് പോലെ മാനവരാശിയുടെ ദൈവമക്കളുടെ സമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. അവർ നമുക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. ഒരു വിശ്വാസി ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ക്രൈസ്തവ ജീവിതം എങ്ങനെ നയിക്കപ്പെടേണ്ടതാണ്? അത് ക്ഷമയോടെ ക്രിസ്തുവിനോട് ചേർന്ന് നയിക്കപ്പെടേണ്ടതാണ്. ഒരു വിശ്വാസിയുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? വിശ്വാസ ജീവിതത്തിന് പൂർത്തി വരുത്തുന്ന ക്രിസ്തുവിലായിരിക്കണം. ആരാണ് ക്രിസ്തു? ക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകനാണ്. ക്രിസ്തു വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവനാണ്. ക്രിസ്തു തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അനുഗ്രഹത്തോടെ ഓടിയവനാണ്. ക്രിസ്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനാണ്. ക്രിസ്തു ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനാണ്. ഒരു വിശ്വാസി എന്തുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കണം? ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. പാപികളാൽ നമുക്ക് വേണ്ടി അവൻ വിരോധം സഹിച്ചതിനാൽ, അവൻ ആത്മാക്കളുടെ പിതാവായതിനാൽ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതന്നെ. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവം നമുക്ക് സമ്മാനിക്കുന്ന ഈ ദൈവാനുഭവങ്ങളെ ഓർത്ത് നന്മയോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഒരു നിമിഷം തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച യാതനകളെ ഈ വെള്ളിയാഴ്ച കൂടി ഒന്ന് ഓർക്കുവാൻ ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ സഹായിച്ചല്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകുന്നവരെ ഓർത്താണല്ലോ ഇതെഴുതിയത്. ദൈവമേ, ഈ കൊച്ചു ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും
ഞങ്ങളുടെ ക്രിസ്തുവിനെ മടുത്തു പോകരുതേ. ഞങ്ങളുടെ ബന്ധുക്കാരെ, ഞങ്ങളുടെ ആരാധനയെ, ഞങ്ങളുടെ സ്നേഹിതരെ, ഞങ്ങളെ സ്നേഹിക്കേണ്ടവരെ പലരെയും ഇന്ന് മടുത്തിരിക്കുന്നു. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രകാരം എഴുതി, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരുപ്പാൻ പാപികളാൽ ഇപ്രകാരം വിരോധം സഹിച്ചവനെ ഓർത്തുകൊള്ളുവിൻ. ദൈവമേ, അവനെ ധ്യാനിപ്പാൻ, അവനോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നൊമ്പരങ്ങളാൽ, വിവിധ പ്രതിസന്ധികളാൽ, കണ്ണുനീരാൽ കടന്നു വന്നവരെ കർത്താവ് മാനിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അവിടെ നിന്ന് അറിയുന്നല്ലോ, അവിടുത്തേക്കെല്ലാം വ്യക്തമായിരിക്കുന്നല്ല. നിൻ്റെ വാഴ്വ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ. ചേർന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് എല്ലാവർക്കായിട്ടും സ്തുതിക്കുന്നു. ഈ കബറിലേക്ക് കടന്നു വരുന്നവരാരും നിരാശപ്പെട്ടു പോകരുതേ. ഈ ആരാധിക്കുന്നവരാരും ദൈവമേ അസ്തപ്രചരായി തീരരുതേ. വാഴ്വും അനുഗ്രഹവും കൃപയും പ്രാപിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ സാക്ഷികെട്ട വലിയ സമൂഹത്തിലേക്ക് ഒരു മേഘക്കീറായി ഞങ്ങളുമായി തിരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സകലശുദ്ധിവാന്മാരുടെയും ശുദ്ധിവതികളുടെയും പ്രത്യേക പരിമല തിരുമേനിയുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വാഴ്വിനായി തീരണമേ. ആയത് പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ, ആമീൻ. ഇപ്രകാരം ഒരവസരം തന്ന ബഹുമാനപ്പെട്ട മാനേജരന്മാരോടും എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു.